ഹായ്. കഴിഞ്ഞ ദിവസം രാത്രി 10-10:30 സമയത്ത് വീട്ടില് ഫോണിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉപ്പ വന്നിട്ട് കിടന്നുറങ്ങാൻ പറയുന്നുണ്ട്. ഉറക്കം വരാത്തോണ്ട് തന്നെ ഉറങ്ങിക്കോളം എന്ന് ഞാൻ പറയുകയും ചെയ്തു. കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും ഉപ്പ വന്നിട്ട് വീണ്ടും ഇതന്നെ പറയുകയാണ്. എന്നിട്ട് എന്നോട് പറയാ, ഫോണിലൊന്നും കൂടുതലായിട്ട് കളിച്ചിരിക്കല്ലേ, ഇന്നത്തെ വാർത്തകളൊക്കെ കേൾക്കുന്നില്ലേ, ഇന്നത്തെ ഈ ലഹരി കൊലപാതകമൊക്കെയാണ് ഉപ്പ ഉദ്ദേശിച്ചത്, അതിനൊന്നും പെട്ടുപോകരുത്, പെട്ടതിന് ശേഷം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് ഇപ്പൊ എന്നോട് പറഞ്ഞത്. ഞാൻ ചിരിച്ചുകൊണ്ട് ഇപ്പോഴോട് പറഞ്ഞു, ഏയ് അതിലൊന്നും ഞാൻ പെട്ടുപോകില്ല. ഉപ്പ പോയി കിടന്നുറങ്ങി. ശേഷം ഉപ്പ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് അങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോ ഇന്ന് എത്രയോ മാതാപിതാക്കളുടെ ഉറക്കം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം മക്കള് എന്തെങ്കിലും ചെയ്യുമോ എന്ന് ആലോചിച്ച് വീട്ടിലെ കട്ടിലിൽ കൺ തുറന്ന് കിടന്നുറങ്ങുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്. കാരണം ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള പത്രമാധ്യമങ്ങളിൽ നാം നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകള് അത്തരത്തിലാണ്. സ്വന്തം ഉമ്മയെ, സ്വന്തം ഉപ്പയെ വെട്ടിക്കൊന്നു, അറുത്തുകൊന്നു എന്നുള്ള ഒരുപാട് വാർത്തകള് ഇന്ന് അധികരിച്ചു വരികയാണ്. പണ്ട് ഞാൻ കേട്ടൊരു കഥയുണ്ട്. ഒരിക്കല് ഒരു കുട്ടി പണത്തിന് വേണ്ടി സ്വന്തം ഉമ്മയെ അറുത്തുകൊണ്ട് ഉമ്മയുടെ ഹൃദയം പീതെടുത്ത് ഓടുന്ന സമയത്ത് ഒരു മരത്തലയിൽ തട്ടി അവൻ വീണു പോകുന്നുണ്ട്. അപ്പോ അവന്റെ കരങ്ങളിൽ പിടക്കുന്ന അവന്റെ ഉമ്മയുടെ ഹൃദയം ചോദിക്കുകയാണ്, വല്ലതും പറ്റിയോ മകന്? കഴിഞ്ഞ ദിവസം വെഞ്ഞാറമൂട് അഫ നടത്തിയ കൂട്ടക്കൊലപാതകത്തെ കുറിച്ച് കേട്ടപ്പോ എനിക്ക് ഓർമ്മ വന്നതും ഈ ഒരു കഥയാണ്. പണ്ടെങ്ങോ കേട്ട കഥകളുടെ യാഥാർത്ഥ്യങ്ങളുടെയാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പഠിക്കാൻ വേണ്ടി വിദ്യാലയത്തിലേക്ക് പോയ വിദ്യാർത്ഥികൾക്ക് നേരെ ക്രൂരമായ അക്രമങ്ങളും ഇന്ന് അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. കൂടെ പഠിക്കുന്ന സഹപാഠിക്ക് നേരെ ആക്രമിക്കാൻ എന്താണ് അവരെ പ്രേരിപ്പിച്ചത്? പ്രതി ആര്, വാദി ആര് എന്ന് ആരും അന്വേഷിക്കുന്നില്ല. ഇരകൾക്ക് വേണ്ടിയുള്ള കൂട്ടക്കരച്ചിലില്ല. നായക പരിവേഷത്തിന്റെ മേലങ്കിയെടുത്ത് ഹിംസകരങ്ങൾ ഇന്നും കേരളത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. കുറ്റക്കാർ സിനിമയാണോ, ലഹരിയാണോ, അതോ നമ്മളാണോ? കൊന്നവനറിയില്ല എന്തിനാണ് കൊന്നതെന്ന്, കൊല്ലപ്പെട്ടവനറിയില്ല എന്തിനാണ് കൊല്ലപ്പെട്ടതെന്ന്. ഒന്നറിയാം, ലഹരിയാണ് ഇതിന് പിന്നിലെന്ന്. എന്നിട്ടും നമ്മളത് ഉപേക്ഷിക്കുന്നില്ല. നമ്മുടെ കൂടപ്പിറപ്പുകൾ നമ്മൾ കാരണം ഒരിക്കലും ഇരകളാകരുത്. ഇനിയും കണ്ടില്ലെന്ന് നടിക്കുകയാണെങ്കിൽ ഇന്ന് പലയിടത്തും കേട്ടുന്ന വാർത്തകൾ നാളെ നമ്മുടെ കുടുംബത്തിലുമാകാം. അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കരുത്.